വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ. അപ്പോൾ പത്രോസ് മുൻപോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു തമ്പുരാൻ അരുളി ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെയും അവർ അവന് മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടുവാൻ നിർവാഹമില്ലായിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും തൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സിലിഞ്ഞ് അവന് വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് കേണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ നടന്നതെല്ലാം ചെന്ന് യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, സ്ലീബ കാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കറിയാം, സ്ലീബ കാലം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. യാമങ്ങളുടെ ഏറ്റവും അവസാനത്തെ യാമത്തിലേക്ക്, കാലത്തിലേക്ക് ആണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ജീവിതാന്ത്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ജീവിതാന്ത്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരനോട് ക്ഷമിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പലരോടും ക്ഷമിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മെ ദ്രോഹിച്ചവരോട്, നമ്മെ ചതിച്ചവരോട്, നമ്മെ വഞ്ചിച്ചവരോട്, നമ്മെ ഉപദ്രവിച്ചവരോട്, നമ്മുടെ സ്ഥലം കയ്യേറപ്പെടുക, നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയവരോട്, അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട്. ഇവിടെ പത്രോസ് കർത്താവിനോട് ചോദിക്കുക, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? പത്രോസ് അങ്ങനെ ചോദിക്കുന്ന ഒരു കാരണമുണ്ട്. 7 യാമങ്ങളാണുള്ളത്. ഓരോ യാമത്തിൻ്റെയും പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥനയ്ക്ക് പോകാൻ. നീ ബലിപീഠത്തിൽ ബലിവസ്തു കൊണ്ടുവരികയും നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്തു എന്ന് ഓർക്കാൻ നീ പോയി സഹോദരനോട് രമ്യപ്പെട്ട് തിരിച്ചു വന്ന് നിന്റെ ബലി അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനകളും അതുപോലെയാണ്. പാപത്തിൽ, വെറുപ്പിൽ, വിദ്വേഷത്തിൽ, അഹങ്കാരത്തിൽ, സ്വാർത്ഥതയിൽ അങ്ങനെയൊക്കെ നാം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. ക്ഷമിച്ച് നല്ല മനസ്സോട് ശുദ്ധമുള്ള ഹൃദയത്തോട് വേണം പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ. ഉദ്ദേശിച്ചാണ് പത്രോസ് ചോദിക്കുന്നത്, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അപ്പോൾ യേശു തമ്പുരാൻ അവനോട് പറഞ്ഞ് 7 എന്നല്ല, 70 പ്രാവശ്യം നീ ക്ഷമിക്കണം. ഒരു ദിവസം ഓർത്തോണം. ഒരു സഹോദരനോട് തെറ്റ് ചെയ്യുകയും അവൻ ക്ഷമ ചോദിക്കുകയും ചെയ്താൽ നീ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ്. എത്ര പ്രാവശ്യം ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് അതിരുകളില്ല. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ക്ഷമയുടെ ജീവിതമാകണം.
അതിന് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്, ഒരു കഥയാണ് നമ്മുടെ മുൻപിലുള്ളത്. നിർദ്ധനായ ഭൃത്യന്റെ ഉപമ. ഒരിടത്തൊരു യജമാനുണ്ടായിരുന്നു, അവൻ്റെ ഭൃത്യനുണ്ടായിരുന്നു. ആ ഭൃത്യൻ അവന് 10,000 താലന്ത്, വലിയൊരു തുകയാണ് ഈ 10,000 താലന്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. ഇത്രയും വലിയ തുക കടപ്പെട്ടിരുന്നു. യജമാനൻ പറഞ്ഞു, നീ കടമെല്ലാം വീട്ടണം. അപ്പോൾ അവൻ്റെ വീണ് കാൽക്കൈ വീണ് പറഞ്ഞു, എനിക്കൊന്ന് ഇളവ് തരിക, ഞാനെല്ലാം തന്നു വെട്ടിക്കൊള്ളാം. യജമാനൻ പറഞ്ഞു, സാധ്യമല്ല, നിന്റെ ഭാര്യയും വിറ്റ്, നിന്റെ മക്കളെയും വിറ്റ്, നിന്റെ വസ്തുക്കളും വിറ്റ്, നിനക്കുള്ള എല്ലാം വിറ്റ് കടം വീട്ടാൻ പറഞ്ഞു. അവൻ താണു വീണ് കടപേക്ഷിച്ചു. യജമാനന് മനസ്സിലുണ്ടായി, കരുണ തോന്നി, അവനോട് മുഴുവൻ ഇളച്ചു കൊടുത്തു. മുഴുവൻ 10,000 താലന്ത് വിളച്ചു കൊടുത്തു. പ്രിയ സഹോദരങ്ങളെയും, ഇത് നമുക്ക് സ്വർഗത്തിലെ അപ്പനെ കുറിച്ച് മാത്രം കാണാവുന്ന ഒരു കഥയാണ്. ഓരോ ദിവസം മനുഷ്യൻ എന്തുമാത്രം പാപം ചെയ്യുന്നു. എൻ്റെ വിചാരം കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ഉപേക്ഷ കൊണ്ട് എന്തുമാത്രം പാപം ഞാൻ ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എല്ലാം ക്ഷമിച്ച് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ നാം എന്താ ചെയ്യാറുള്ളത്? അതാണ് കഥയുടെ 2ാം ഭാഗം. ഈ ഭൃത്യൻ 10,000 താലന്ത് ഇളച്ചു കിട്ടിയ മനുഷ്യൻ വെറും 100 ദനാറ, അതിന് 10,000-ൽ-1 മാത്രം വിലയുള്ള ഒരു കൊച്ചു തുട്ട് കടപ്പെട്ടവൻ തന്റെ സഹഭൃത്യനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, നീ കടം വീട്ട. 10,000 താലന്ത് ഇളച്ചു കിട്ടിയവനാണ്, ഈ 100 താലന്ത് പൊട്ടെന്ന് വെക്കേണ്ടവനാണ്. പക്ഷെ അവനോട് കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കി അവനോട് പറഞ്ഞു, നീ തരുവോളം ജയിലിൽ കിടക്കാൻ പറഞ്ഞു. അവനെ കൊണ്ട് പൂട്ടിയിട്ടു, ജയിലിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് കണ്ട ഭൃത്യന്മാർ പോയി യജമാനോട് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, ദുഷ്ടനായ ഭൃത്യൻ. അവനെ വിളിച്ചു വരുത്തി ചോദിച്ചു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവനോട് കരുണ കാണിക്കണ്ടായിരുന്നു. ദൈവം നമ്മോട് എന്തോരം കരുണ കാണിക്കുന്നുണ്ട്. പക്ഷേ നീ ലോകത്തിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? അനേക കുടുംബങ്ങൾ ഡൈവോഴ്സിലേക്ക് പോകുന്നു. എന്താ കാരണം? ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. തെറ്റാരുടെ ഭാഗത്തുമാകട്ടെ, ഭർത്താവിന്റെ ഭാഗത്താകട്ടെ, ഭാര്യയുടെ ഭാഗത്താകട്ടെ, തെറ്റുകൾ തെറ്റാണ്. ആരാ തെറ്റ് ചെയ്യാത്തത്? എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. ഈസ് ഹ്യൂമൻ. തെറ്റ് ചെയ്യുക എന്നുള്ളത് മാനുഷികമാണ്. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വേദപുസ്തകത്തിൽ അനേക സംഭവങ്ങൾ നമുക്കറിയാം. വിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരും. കല്ലെറിയാനാണ് കൊണ്ടിരുന്നത്. എല്ലാവരും കല്ലുമായി നിൽക്കാനുള്ള കൊല്ലാൻ. മോശയുടെ നിയമമാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശു തമ്പുരാൻ അവളെ ദയനീയമായി നോക്കി. അവൾ യേശുവിനെ ദയനീയമായി നോക്കി. യേശു കുനിഞ്ഞിരുന്നു, എഴുതാൻ തുടങ്ങി. എന്നിട്ട് നല്ല ഉയർത്തി അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. എല്ലാവരും കല്ലുപേക്ഷിച്ച് തിരിച്ചുപോയി. യേശുവിനോട് ചോദിച്ചു, നിന്നെ ആരും ശിക്ഷിച്ചില്ലേ? ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുക. പക്ഷെ മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്യാൻ തീർച്ചയായുമില്ല. ആർക്കാ ശിക്ഷിക്കാൻ അവകാശം? ദൈവത്തിനാണ് ശിക്ഷിക്കാൻ അവകാശം. ദൈവം കരുണയുള്ള ദൈവമാണ്. മനുഷ്യൻ പശ്ചാത്തപിച്ചാൽ, അനുദപിച്ചാൽ അവൻ ക്ഷമിക്കാൻ തയ്യാറാണ്. നമ്മുടെ കർത്താവിന് 2 പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരാണ്, പത്രോസും യൂദാസും. പത്രോസ് വലിയ തെറ്റ് ചെയ്തു. കർത്താവ് മുൻകൂട്ടി സൂചന കൊടുത്തു, നീ 3 പ്രാവശ്യം തള്ളിപ്പറയും. അതുപോലെ അവൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. തന്റെ കുരിശാരോഹണ വേളയിൽ യേശുവിനെ ഹന്നാസിന്റെയും കയ്യാഫസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേലക്കാരുടെ മുമ്പിൽ പത്രോസ് അവനെ 3 പ്രാവശ്യം തള്ളിപ്പറയും. കോഴി കൂവി. പക്ഷെ പത്രോസ് പശ്ചാത്തപിച്ചു. പത്രോസ് അനുദപിച്ചു. പത്രോസ് പാപമോചനം പ്രാപിച്ചു. കർത്താവിനെ ഏറ്റുപറഞ്ഞു. 3 പ്രാവശ്യം കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നവർ കൂടുതൽ ശക്തിയോടെ യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിന്റെ നല്ല ശിഷ്യനായി തീരുവാനും അനേകർക്ക് യേശുവിനെ സാക്ഷിക്കുവാനും പത്രോസിന് സാധിച്ചു. യൂദാസും തെറ്റ് ചെയ്തു. തെറ്റിദ്ധാരണയുടെ പേരിലാണ് യൂദാസ് തെറ്റ് ചെയ്തത്. എങ്കിലും യൂദാസിന് പശ്ചാത്തപിക്കാൻ സാധിച്ചില്ല, അനുദപിക്കാൻ സാധിച്ചില്ല, പാപമോചനം പ്രാപിക്കാൻ സാധിച്ചില്ല. അവൻ തന്നെ അവൻ കൊന്നുകളഞ്ഞു. ഇതല്ലേ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ കുരിശിലേക്ക് പോകൂ. 2 കള്ളന്മാർ, രണ്ടുപേരും കള്ളന്മാരാണ്. 2 കള്ളന്മാർ, ഇടതുവശത്തെ കള്ളനും വലതുവശത്തെ കള്ളനും. അവർ യേശുവിന്റെ പിടാനുഭവം കാണുകയാണ്. വലതുവശത്തെ കള്ളന് തന്നെക്കുറിച്ച് ബോധമുണ്ടായി, താൻ പാപിയാണെന്ന് ബോധ്യമുണ്ടായി. അവൻ കർത്താവിന് മുമ്പിലേക്ക് തന്റെ കരങ്ങൾ നീട്ടി പറഞ്ഞു,
നിന്റെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവിനോട് പറഞ്ഞു, നീ എന്നോട് പർദീസാലുണ്ടായിരിക്കും. അവന് പർദീസ മറ്റവനും ഇടതുവശക്കാലം കിട്ടുമായിരുന്നു. പക്ഷെ പശ്ചാത്തപിക്കാൻ തയ്യാറായില്ല, പാപത്തെക്കുറിച്ച് അനുദപിക്കാൻ തയ്യാറായില്ല, ക്ഷമയാചിക്കാൻ തയ്യാറായില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്, ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. നാം ചെയ്യുന്ന എല്ലാ പാപങ്ങളും അനുദപിക്കുന്ന എല്ലാവരോടും, പശ്ചാത്തപിക്കുന്ന എല്ലാവരോടും, മാപ്പപേക്ഷിക്കുന്ന എല്ലാവരോടും കർത്താവ് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോട് തെറ്റിയുന്നവരോട് നമ്മളും എത്രമാത്രം ക്ഷമിക്കണം. എത്ര ക്ഷമിച്ചാലും മതിയാകില്ല കർത്താവ് പറഞ്ഞത്. ഇന്നും മാതാപിതാക്കളോട് ക്ഷമിക്കാത്ത മക്കളുണ്ട്, ഭാര്യമാരോട് ക്ഷമിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരോട് ക്ഷമിക്കാത്ത ഭാര്യമാരുണ്ട്, മക്കളോട് ക്ഷമിക്കാത്ത അപ്പൻ മാതാപിതാക്കളുണ്ട്, അധ്യാപകരോട് ക്ഷമിക്കാത്ത കുട്ടികളുണ്ട്, കുട്ടികളോട് ക്ഷമിക്കാത്ത അധ്യാപകരുണ്ട്, അയൽക്കാരുമായി നിത്യനിരന്തരമായി കലഹത്തിലും വഴക്കിലും വക്കാണത്തിലും ജീവിക്കുന്ന അയൽക്കാരുണ്ട്. ഇവിടെ എല്ലാം ഒറ്റ വാക്ക്, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം ഈ ലോകത്തിൽ ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുപോകത്തില്ല. എന്തിന്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ കലഹങ്ങൾ കൂടുന്നത്? എന്തിന്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കുന്നത്? എന്തിന്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ വ്യവഹാരങ്ങൾ നടത്തുന്നത്? ഈ ലോകത്തിന്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയോ, ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് വേണ്ടിയോ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയോ? ഇവിടെ ഓർക്കണം, ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും നല്ല സംവിധാനമാണ് കുടുംബം. പക്ഷെ പലപ്പോഴും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വഴക്കുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും കുടുംബങ്ങൾ തെറ്റിപ്പിരിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന സാധിക്കും. നമ്മുടെ അഹങ്കാരം മാത്രമാണ് കാരണം. നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല, നമുക്കൊന്ന് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, നമുക്കൊന്ന് പൊറുക്കാൻ സാധിക്കുന്നില്ല, പോട്ടെ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര വലിയ ദ്രോഹം ചെയ്താലും നമുക്ക് ക്ഷമിക്കാം, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. യേശുക്രിസ്തു ലോകത്തിൽ വന്നു, നന്മ മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒന്നും അവൻ ചെയ്തില്ല. നന്മ മാത്രം ചെയ്തവൻ ചുറ്റിക്കിറങ്ങി നടന്നു. ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്ക് നന്മ ചെയ്തവൻ ജീവിച്ചു. അവനെ കൊല്ലാൻ എല്ലാവരും ക്ഷമിച്ചു. അവനെ ആളുകൾ ബന്ധിച്ചു. ഹന്നാസിനടുക്കൽ, കയ്യഫാസിനടുക്കൽ, പീലാത്തോസിനടുക്കൽ, ഹെറോദസിന്റെ അടുക്കലൊക്കെ കൊണ്ടുപോയി അനേകം പാപങ്ങൾ അവന്റെ മേൽ ചുമത്തി, കുറ്റങ്ങൾ അവന്റെ മേൽ ചുമത്തി, ആരോപണങ്ങൾ അവന്റെ മേൽ ചുമത്തി. ഒന്നും തെളിയിക്കാൻ ആർക്കാർക്ക് സാധിച്ചില്ല. എങ്കിലും ഒരു ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. പീലാത്തോസ് അങ്ങനെയെങ്കിലും അവനെ വിടാൻ വേണ്ടി അവനെ അടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ശരീരം മുഴുവൻ അടിച്ചൊരു വ്രണമാക്കി. അവനെ കണ്ടാൽ ഭയാനകമായി തോന്നും, അതുപോലെ വ്രണമായി തീർന്നു. ആളുകളെ നോക്കിക്കൊണ്ട് പീലാത്തോസ് പറഞ്ഞു, "എച്ചേ ഹോമോ, ദാ മനുഷ്യൻ, ദയ തോന്നട്ടെ" എന്ന് വിചാരിച്ചു. അവർക്ക് ദയ തോന്നിയില്ല. അവർ പറഞ്ഞു, "അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക." പീലാത്തോസ് പറഞ്ഞു, "നിങ്ങൾ കൊണ്ടുപോയി അവനെ ക്രൂശിക്കും." വലിച്ചെഴിച്ച് ചമ്പട്ടികൾ കൊണ്ട് അടിച്ച്, തലയിൽ മുൾക്കിരീടം അടിച്ച് കയറ്റി, കർക്കിച്ചു തുപ്പി, ചവിട്ടി മെതിച്ച്, വലിച്ചെഴിച്ച് കാൽവരിയിൽ കൊണ്ടുപോയി മൂന്നാണികളിൽ കൈകളിലും കാലുകളിലും ആണി നിറച്ച് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ അവനെ അവർ കിടത്തി. അവിടെ കിടന്നവൻ പ്രാർത്ഥിച്ചു, "പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ." തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി, തൻ്റെ മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി, തൻ്റെ കന്നത്തടിച്ചവർക്ക് വേണ്ടി, തന്നെ പരിഹസിച്ചവർക്ക് വേണ്ടി, തന്നെ നിന്ദിച്ചവർക്ക് വേണ്ടി, അതെ, നന്മ ചെയ്ത കൈകൾ കൊണ്ട് തിന്മ ചെയ്തപ്പോൾ അവരോട് ക്ഷമിച്ചവനായ കർത്താവാണ് പറയുന്നത്, നിന്നോട് തെറ്റ് ചെയ്യുന്നവനോട് നീ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും. എന്നും പ്രാർത്ഥിക്കാറില്ലേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മളോടും ക്ഷമിക്കപ്പെടത്തില്ല എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഈ കഥയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. 10,000 താലന്ത് ഇളച്ചു കിട്ടി. വെറും 100 ദനാറ ഇളച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ യജമാനൻ അവനെ വിളിച്ച് ദുഷ്ടഭൃത്യ, അവന്റെ മുഴുവൻ കടവും പിൻവലിച്ചു. അവൻ മുഴുവൻ കടവും വീട്ടുവോളം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. നോക്കുകയും ഇത് തന്നെയായിരിക്കും സ്വർഗത്തിൽ നമുക്ക് സാധിക്കുന്നത്. ഭൂമിയിൽ പരസ്പരം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നില്ല തിരിച്ചറിയുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിസ്സാരമായി തെറ്റിയവരാരുമായിക്കൊള്ളട്ടെ, ഒരറിവില്ലായ്മ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ക്ഷമിക്കുമ്പോൾ ദൈവവും നമ്മോട് ക്ഷമിക്കുന്നു. നാം ദൈവത്തിന്റെ പക്ഷത്താകുന്നത് തിരിച്ചറിയുവാൻ കൃപയാനുഗ്രഹവും തന്ന് ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.